ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈം ആൻഡ് ചില്ലീസ്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി പൂരിയുടെ റെസിപ്പിയാണ്. ബ്രെഡ് കൊണ്ട് ഈസി ആയിട്ട് വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സോഫ്റ്റ് പൂരിയാണിത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണാം. അതിനു മുൻപേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ കമൻ്റ് ഇടാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനായിട്ട് സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ബ്രെഡ് കൊണ്ട് എങ്ങനെ പൂരി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ബ്രെഡിൻ്റെ സൈഡിൽ ബ്രൗൺ കളറുള്ള ഭാഗമൊക്കെ മുറിച്ച് മാറ്റണം. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്രെഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. അങ്ങനെ ആക്കുമ്പോഴേ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാവുള്ളൂ. അപ്പോൾ ബ്രെഡെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ബ്രെഡിന് ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഒന്നിച്ച് തന്നെ കുറേ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ പൂരിയൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന ആ ഒരു രൂപത്തിലാണ് ഇതിനും കുഴച്ചെടുക്കേണ്ടത്. സാധാരണ വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കണം. ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാണ് ആക്കേണ്ടത്. അടുത്തതായി നമുക്കിത് കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കണം. സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ പരത്തിയെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ പരത്തിയെടുത്തത്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുക്കണം. എന്നിട്ടിത് ഓയിലിൽ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അതിനായിട്ട് പരത്തി വെച്ച പൂരി നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഇതുപോലെ പൂരിയുടെ മുകൾ ഭാഗത്ത് കൂടി ആക്കി കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായി പൊങ്ങി വരും. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സ് ഒക്കെ ആയിട്ട് കൊടുക്കാനും പിന്നെ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ഒരു പൂരി. വേറെ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് വെറുതെ കഴിക്കാൻ കഴിയും. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായിട്ടും ഇഷ്ടമാവും. 2 സൈഡും ഫ്രൈ ആയി വന്നാൽ നമുക്കിത് ഓയിൽ നിന്നും മാറ്റാം. അപ്പോൾ ബ്രെഡ് പൂരി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.